പടം നന്നായിരുന്നു. ടോവിനോട് ആ 3 ക്യാരക്ടർ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്, നല്ലതുപോലെ കറക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഒരു അന്തർദേശീയ നിലവാരം പുറത്തേക്കാണ് മേക്കിംഗ് ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഓണം എന്ന് പറയുന്നത് ഓണം ARM തന്നെ കൊണ്ടുപോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഓണം ആഘോഷം തന്നെ ARM ആഘോഷമായിട്ട് മാറുമെന്ന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തിയേറ്റർ തന്നെയാണ് കാണേണ്ടത്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ലാഗിങ് അത്ര പറയത്തക്കൊന്നും ലാഗിങ് ഇല്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലാഗിങ് ഇല്ല. നല്ല പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഫൈറ്റ് സീൻസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം എങ്ങനെ ARM കൊണ്ടുപോകും ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് ക്യാരക്ടറാണ്? മണിയൻ്റെ ക്യാരക്ടർ. ഇപ്പോൾ ഇതിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ചൂടിയിലല്ല കണ്ടതാ? ഉറപ്പായിട്ടും കാണും. 3D കാണാനുള്ളതുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഓണം ടോവിനോ എടുത്തു കൺഫേം? ഫസ്റ്റ് ക്യാരക്ടറിന് ഇത്ര എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ അടിപൊളി ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ 3 ക്യാരക്ടേഴ്സ്. പക്ഷേ മണി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എഫേർട്ട് ഒരു ഫാൻസിന് ഒരു രസം രീതിയിൽ വെരി ഹാപ്പി. ആൻഡ് മൂവി ആസോ ഇതുമാണ് ഒരു മുത്തശ്ശി കണ്ട പോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. മേക്കിംഗ് വൈസായാലും BFX ഇൻട്രസ്റ്റിംഗ് ആണ്. മൂവി കാണാൻ പറ്റില്ല. ആ ഒരു കഷ്ടമുണ്ട്. 3D കാണാൻ പറ്റില്ല. കണ്ടന്റ് ഇഷ്യൂ എന്നാണ് തോന്നുന്നു. സോ വൈകിട്ടേക്ക് നാളെ കൂടി പോയി കാണണം. എനിക്ക് തോന്നുന്നു 3D കാണാൻ പറ്റുന്നുണ്ട്. കാരണം അതിനകത്തുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അതിനകത്ത്. സോ ഒരുപാട് ക്യാരക്ടേഴ്സിനൊക്കെ പറയാനുണ്ട്. എനിക്ക് പറഞ്ഞ ടോവിനോട് എഫേർട്ട് ഞാൻ അതിനൊരു ക്യാരക്ടർ ഹാറ്റ്സ് ഓഫ് ഈ ഓണം നോക്കട്ടെ. പിന്നെ കഴിക്കാൻ പറ്റും എങ്ങനെ എല്ലായിടത്തും താർത്താ താർത്തല്ലേ ക്യാരക്ടറൈസേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്നു. കാരണം കഥയുണ്ട്, നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഇമോഷൻസ് ഉണ്ട്. അത് ഇമോഷൻ നന്നായി കൺവേ ആവുന്നുണ്ട്. ആ ക്ലൈമാക്സ് നല്ല ആക്ഷൻസ് ഉണ്ട്. മൊത്തത്തിൽ ഒരു ഫുൾ പാക്കേജാണ്. വെറും ബസ്സിലും തിയേറ്റേഴ്സ് എന്തായാലും പൊളിക്കും. ടോവിനോയുടെ 3 പരിവേഷങ്ങളിലൂടെ മുന്നേറുന്നതാണ് സന്തോഷം. നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. ജിതിൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം ആദ്യത്തെ പടമാണ്. നമുക്ക് എന്താ പറയുക, ആദ്യത്തെ ഒരു പടത്തിന് പോലെ അല്ലല്ലോ. ഭയങ്കര രസമായിട്ട് ഭയങ്കര സന്തോഷം. പ്രതീക്ഷിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി 3Dയിൽ എന്നത് കാണും. 2Dയിൽ കണ്ട് 3Dയിൽ കാണും. 3Dയിലായിരിക്കും കുറച്ചുകൂടെ നമുക്കൊരു വിഷ്വൽ ഉണ്ടാവും. അപ്പം മേബി ഇന്ന് വൈകുന്നേരം അത് കാണാനുള്ള പരിപാടി. പടം കഴിഞ്ഞിട്ട് ടോവിനോയായിട്ട് സംസാരിക്കണ്ട. ഞങ്ങൾ വർക്ക് ചെയ്തു കുറച്ച് നേരം. അതിലുണ്ട് എല്ലാം. എനിക്ക് ഭയങ്കര സന്തോഷം. നല്ല രീതിയിൽ പടം പോകും. ഉറപ്പായിട്ടും പോകും. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് നല്ല പടങ്ങൾ വിജയിപ്പിക്കുക. തിയേറ്ററിൽ പോയിട്ട് കാണുക. സിനിമ എന്ന് പറയുന്നത് നമ്മളെ ഈ പ്രോത്സാഹിപ്പിക്കുക. അതോടുകൂടി കലാകാരന്മാർക്കൊരു ഉയർച്ചയുണ്ടാവും. ഞങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ ഒരു ഇത് കഴിഞ്ഞിട്ട് പ്രതികരണങ്ങളൊക്കെ ആരും നേരിട്ട് പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു? ഇപ്പം കണ്ടിറങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത്. നന്നായിട്ടുണ്ടെന്ന് പറയും. മൊത്തത്തിൽ പടം എനിക്ക് നന്നായിട്ട് പറഞ്ഞു. ഭയങ്കര സന്തോഷം. എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് ഒരുപാട് പേര്. ഇത് റൈറ്ററാണെങ്കിൽ സ്വീകേട്ടും ജിതിന് ഗോപിയും എല്ലാ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. നല്ല രീതിയിൽ അതിലൊരു പാർട്ടാകാൻ കഴിഞ്ഞിട്ട് എൻ്റെ ഭാഗ്യം. നല്ല മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് 3Dയിൽ കൂടി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഷൂട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫിലിമിൻ്റെ അത്ര ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ജിതിൻ അങ്കിൾ, എൻ്റെ ഈ ഒരു ബിഗ് ഫിലിമിൻ്റെ പാർട്ടാക്കിയതിന് റിയലി താങ്ക് യു. പിന്നെ എല്ലാ ഓഡിയൻസും എന്താ പറയുക, ARM കാണണം, 3D തന്നെ കാണണം. ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലൊരു ഫിലിമായിരുന്നു. ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞു തരുന്ന നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കാണണം. സ്ക്രീനിൽ കണ്ടല്ലോ വീണ്ടും ഒരുപാട്
ചെയ്യുന്ന രണ്ടാം മോഷണം എല്ലാ പ്രേക്ഷകരുടെയും ഹൃദയവും മോഷിച്ചുകൊണ്ടാണ് രാവിലത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എല്ലാ ഷോവും ഹൗസ്ഫുള്ളോടുകൂടെ വളരെ നല്ല രീതിയിലേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചിക്ക് ഏത് ക്യാരക്ടർ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ടോവിനോനെയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ടോവി. അതുകൊണ്ട് ടോവി എന്ന നടനെ ഞാൻ ഒരുപാട്